അപ്പം ഇത് വീടെന്ന് പറയാൻ നമുക്ക് നോമ്പ് തരട്ടെ, നമുക്ക് ചായ വെക്കാം. അപ്പം നമുക്ക് ഈ ഗ്യാസ് വെക്കാം. ലൈറ്റ് അടിച്ചിട്ടുണ്ട്. നമുക്ക് അപ്പൊ നമുക്ക് പാൽ തിളച്ച് വരുമ്പോൾ അറിയാം വരുന്നുണ്ടോ ഇല്ല. കാരണം ഇവിടെ ചൂടായിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം. അപ്പൊ നമ്മൾ ഈ സ്പൂണിൽ ഇച്ചിരി പാലെടുക്കാം, ഒരു തുള്ളി പാല് അതിൻ്റെ ഇവിടെ ഇങ്ങനെ വെച്ച് വെക്കാം. അപ്പൊ ഇത് ഇങ്ങനെ ഒരു ഒട്ടിയിലേക്ക് ആവും. അപ്പൊ അറിയാം പാല് തിളക്കാനായിട്ടുണ്ട്. അപ്പം രണ്ട് പാല് തിളക്കാറായിട്ടുണ്ട് കേട്ടോ. തിളച്ച് വരുന്നവരെ വെക്കുക കേട്ടോ. വെള്ള കളർ പാലുണ്ട്. പക്ഷേ ഇത്ര പാൽ മാത്രം നമുക്ക് ഉണ്ടാക്കിയാൽ കുഴപ്പമൊന്നും വരുന്നില്ല. അപ്പം നമ്മൾ ഇടുന്നത് ഇവിടെ ചായക്ക് ഇടുന്നത് ഇതാണ്ട് ടീ ആട്ടോ. നമ്മൾ ചായക്ക് ഇടുന്നത് ഷുഗർ അമ്മിട്ടോ അതാണ്. ചായ ടീ 2 സ്പൂൺ ഇട്ടാണ്. 2 സ്പൂൺ ഇല്ലടേ ഇല്ലാത്തത്. നല്ല മണം. വെള്ളം ഒരു കവർ വെള്ളം ഒഴിച്ചു. ഒരു ഇതേ പാലിൻ്റെ കവറിൽ തന്നെ വെള്ളം ഒഴിച്ചു. ഇപ്പോഴത്തെ ആകെ ഇത്രേ ഉള്ളൂ. ഇത് കാണത്തില്ലായിരിക്കും. ഇത്രേ ഉള്ളൂ ഇതിൻ്റെ ഉള്ളിൽ എന്ന് പറയുന്നത്, അറിയാലോ. അപ്പം നമുക്കിനി ഇതൊക്കെ പോകുക. നമുക്ക് ഇച്ചിരി സ്പൂണിന് പറ്റിയിലേക്ക് വെച്ച് കൊടുത്തപ്പോൾ ഇത് ഇച്ചിരി പാലായിട്ടുണ്ട്. നമുക്കിനി വെയിറ്റ് ചിലപ്പോൾ ഇത് പൊങ്ങി പോകാനായിട്ടുണ്ട്. ഞാൻ ചായ വെക്കുക. ഞാൻ എന്തായാലും ഇടയ്ക്കിടയ്ക്ക് നിർത്താണ്ട് ഇങ്ങനെ വയ്ക്കണമല്ലോ. എനിക്ക് പേടി. ചിലപ്പോൾ അങ്ങോട്ട് വരുമ്പോൾ പാല് കളിക്കും. ചിലപ്പോൾ ഇവിടെ ഇങ്ങനെ കുത്തി നിന്നാൽ പോലും പാല് കളിക്കുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ അത് ഇങ്ങനെ ഓണായിക്കൊണ്ട് വെച്ചിട്ടുണ്ട്. എനിക്ക് പൊടി ഭയങ്കര ഇഷ്ടം. ഞാൻ കോഫി കഴിക്കില്ല, കുടിക്കില്ല. കാരണം കോഫിയിലെ അത് തിരുത്തരുന്ന പൗഡർ ചെയ്ത സാധനമായിരുന്നു. ഇത് കളറും ചേർന്നിട്ടുള്ളതാണ് പറയുന്നത്. ഞാൻ കാണിച്ചു തരാം. എല്ലാം കളർ കഴിഞ്ഞിട്ടുള്ളത് കാണിച്ചു തരാം കേട്ടോ. കാണിച്ചു തരാം. എൻ്റെ പാലൊക്കെ ഞാൻ പിടിച്ചു വേണം. നല്ല കളറ് ഇങ്ങനെ വരുന്ന സൈസ് പാലാണ്. അപ്പോൾ എനിക്ക് മുട്ട ഇളകി കൊടുക്കുമ്പോൾ ആ കളറൊന്നും ഇല്ലാണ്ടായിരിക്കും. ഇത് ഏകദേശം തണുക്കാറായി വരുന്ന സമയം കുറച്ച് വെക്കാം. 1 സ്പൂണല്ല 2 സ്പൂണാണ്. ഞാൻ 2 സ്പൂണാണ്. നമുക്ക് തന്നെ നിങ്ങളൊക്കെ സ്പെഷ്യൽ അങ്ങനെ സ്പെഷ്യലാണ് കണ്ടിട്ടുണ്ടായിരുന്നത്. ബിരിയാണിയാണ്. ബിരിയാണി ചിക്കൻ പൊരിച്ചത്, പിന്നെ ബിരിയാണി ചിക്കൻ പൊരിച്ചത്, നമ്മുടെ ഈന്തപ്പഴം എല്ലാവർക്കും സ്പെഷ്യലായിട്ടില്ലല്ലോ. ഈന്തപ്പഴം എല്ലാം കഴിക്കുന്നത്. പിന്നെ നനഞ്ഞ വെള്ളം, തണുത്ത വെള്ളം, പച്ചവെള്ളം, പിന്നെ ചായ, ഡ്രൈ ഫ്രൂട്ട്സ്, പിന്നെ ഗ്രേപ്സ്, ഓറഞ്ച്, ബനാന, അങ്ങനെ കുറച്ച് കഴിക്കുന്നത്. പിന്നെ ചിലപ്പം ഞങ്ങൾക്ക് നോമ്പ് കറി ഉണ്ടായിരുന്നു. ഇന്ന് ഞങ്ങൾക്ക് നോമ്പ് കറിയുണ്ട്. ഇങ്ങോട്ട് നോമ്പ് കറിയുണ്ട്. പക്ഷെ ഇവിടെ അമ്മ വരുന്നില്ല. അപ്പം അമ്മക്ക് നോമ്പൊക്കെ വേണ്ടിട്ട് ഉമ്മാൻ്റെ കാല് വീണിട്ട് കാലിൽ ഭയങ്കര ചതഞ്ഞ് കാലിൽ തോട്ടി വീണപ്പോൾ അതുകൊണ്ട് അമ്മ ചിലപ്പോഴേ വരത്തുള്ളൂ. അത് പറയാൻ പറ്റില്ല. അപ്പം എന്തായാലും ഉണ്ട്. ഞങ്ങൾക്ക് വരുമ്പോഴും ചിലപ്പോൾ കഴിക്കാറില്ല. ചിലപ്പോൾ നേരത്തെ വരുവാണെങ്കിൽ കഴിക്കാറായിട്ടുള്ളൂ. ഉണ്ടാവും. നല്ല പതയാണിത്. നല്ല പതഞ്ഞിരിക്കുന്നത്. കുളിക്കാൻ പോകുമ്പോൾ ഭയങ്കര ചൂട് കാരണം മടി രാവിലെ വിളിക്കും. എനിക്ക് ഒരു നല്ല സുഖം. രാത്രി കിടന്നു നല്ല തണുപ്പാണ്. അത് ഞാൻ രാത്രിയിലാണ് വിളിക്കുന്നത്. പിന്നെ മണ്ടയിലേക്ക് ഇട്ട് തലവെന്ന് വിചാരിച്ചു. കുറച്ച് വരുന്ന സമയം അതിന് കുറച്ച് വെക്കാം. എനിക്ക് ക്ലീൻ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ളതുകൊണ്ട് തന്നെ ഞാൻ ഡൈനിങ് ടേബിള്, കിച്ചൺസ് എല്ലാം ക്ലീൻ ചെയ്യും. നമുക്ക് ഈ കുറയ്ക്കാം. ഇനി നമുക്ക് പിന്നൊക്കെ 2 സ്പൂൺ ഇട്ടു. ഈ പേടി വരുന്നു. അത് സ്പൂണുണ്ട്. 2 സ്പൂൺ ഇട്ടു. കുറച്ചുകൂടി ഇട്ടിട്ടുണ്ട്.
ഒന്ന് ഇളക്കി വെക്കട്ടെ. കറണ്ട് പോയി, കാരണം രാത്രി മഴയ്ക്കുള്ളത് പോയിട്ടുണ്ടായിരുന്നു, കറണ്ട് പോയി. അപ്പം ഇന്ന് ഇത്രയും അല്ല, ഇനി ബാക്കി വീഡിയോസ് കണ്ടിന്യൂ ആക്കുന്നതാണ്.